സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. തിരുവനന്തപുരം സ്വദേശി ജയ് ജയകുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം, 2 വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. ഹൃദയവും 1 വൃക്കയും ലിവറും കിംസ് ആശുപത്രിയിലേക്കാണ് നൽകുക. 1 വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അക്ഷയ കൃഷ്ണാനന്ദപുരങ്ങൾ നൽകും. അക്ഷയ, എങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്? ഇപ്പോൾ അവയവദാനത്തിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദിവ്യ, അതായത് അവയവദാനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തന്നെ, കൃത്യം 12:30 തന്നെ എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തുമെന്നുള്ളതാണ് കേസോട്ടോന്റെ അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിവരം അനുസരിച്ചുള്ളത്. ഈ ജയ് ജയകുമാർ മരിക്കുന്നത് 2-ാം തീയതി ഒരു പാർഷ്യൽ ഹാങ്ങിംഗ് ആയിരുന്നു, അതായത് ആത്മഹത്യയുടെ ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഉടനെ തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 14 വയസ്സുകാരിക്കാണ് ഈ ഒരു വൃക്ക കൈമാറുന്നത് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഒരു വൃക്ക എത്തിക്കുന്നത്. അത് 14 വയസ്സുകാരിയാണ് അത് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും, വൃക്കയല്ല ഹൃദയം സ്വീകരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. 5 അവയവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹൃദയമാണ്, മറ്റൊന്ന് 2 വൃക്കകൾ, പിന്നെ ഒന്ന് ലിവർ, അതുപോലെ തന്നെ നേത്രപടലങ്ങൾ. ഇത്രയും അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ജയ് ജയകുമാർ കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഏപ്രിൽ 2-ാം തീയതിയാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അതിനുശേഷമാണ് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഹൃദയം കൊണ്ടുപോകുന്നത്. കൃത്യം 12:30 തന്നെ തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഈ എയർ ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരിക്കും ഹൃദയം. ദിവ്യ, ശരി. എന്തായാലും മസ്തിഷ്ക മരണം സംഭവിച്ച ജയ് ജയകുമാർ എന്ന യുവതിയുടെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്.